തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റ് ചതിച്ചു. വനിതാ ഡോക്ടറും സ്ട്രെച്ചറിൽ കൊണ്ടുപോയ രോഗിയും ബന്ധുവും 20 മിനിറ്റോളം കുടുങ്ങി. ചികിത്സയ്ക്കെത്തിയ രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. രവീന്ദ്രൻ നായർ എന്ന മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങി മരണത്തെ മുഖാമുഖം കണ്ടതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് അടുത്ത അപകടം. 1:40 സംഭവം. ENT വിഭാഗത്തിലെ ഡോക്ടർ അൻസലയും CT സ്കാൻ വിഭാഗത്തിലേക്ക് പോയ രോഗിയും ബന്ധുവുമാണ് കുടുങ്ങിയത്. ഇവർ കയറിയ ശേഷം താഴേക്ക് പോയ ലിഫ്റ്റ് പകുതിയിൽ നിന്നു. കാഷ്വാലിറ്റിയിലെ 7-ാം നമ്പർ ലിഫ്റ്റാണ് തകരാറിലായത്. ലിഫ്റ്റ് ടെക്നീഷ്യനെത്തി 20 മിനിറ്റോളം ശ്രമിച്ചാണ് ഇവരെ പുറത്തെത്തിച്ചത്. ഏകദേശം 1 മണിയോട് കൂടി ലിഫ്റ്റ് കുടുങ്ങുകയും ആൾക്കാർ ബഹളം ഉണ്ടാക്കുകയും അവർ ഭയങ്കരമായ ബഹളം ഉണ്ടാക്കി ആൾക്കാർ തിരിച്ചറിയുകയും ചെയ്തു. തിരിച്ചറിഞ്ഞ് എല്ലാവരും ഓടിക്കൂടി. ഇവിടുത്തെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവരും ഓടിക്കൂടി. അവിടുത്തെ ലിഫ്റ്റ് ഓപ്പറേറ്റർ അതിനകത്ത് ഓടിക്കൂടുന്നു. ഏകദേശം അരമണിക്കൂറോളം അവർ ലിഫ്റ്റിൽ കുടുങ്ങി ഭയങ്കരമായി പാനിക്കായി. അവർ ഒരു വനിതാ ഡോക്ടറും കൂടെയാണ് കാഷ്വാലിറ്റിയിൽ. അപ്പോൾ ഇത് കാഷ്വാലിറ്റിയിലേക്ക് നിന്നും വാർഡുകളിൽ നിന്നും CT സ്കാനിങ്ങിന് പോകുന്ന മെയിൻ ലിഫ്റ്റാണ്. അതാണ് കുടുങ്ങുന്നത്. ഇത് കണക്ക് അപകടത്തിൽപ്പെടുന്നത്, കേടാകുന്നത്. 12 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ മെഡിക്കൽ കോളേജ് ഉള്ള അവസ്ഥയിൽ ഇന്ന് ഒരാളാണ് ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഈ സർക്കാരോ ഈ ഗവൺമെൻറ്റോ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഗുരുതരമായ വീഴ്ചയാണ്. രവീന്ദ്രൻ നായർ 2 ദിവസം ലിഫ്റ്റിലകപ്പെട്ടുപോയ സംഭവത്തിൽ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആശുപത്രി സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.